ലേഡീസ് ഓഫ് ദി ജെന്റിൽമാൻ ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ഫാദർ, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. നമസ്കാരം, അഞ്ജലി ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. കുത്തുമ്പോ എനിക്ക് തന്നെ കുത്തണം, ചിഹ്നം അറിയാലോ. അപ്പൊ ചക്കയുടെ ചിഹ്നത്തില് വോട്ട് തന്ന് വിജയിപ്പിക്കുക. എനിക്ക് വേറെ പണിയുണ്ട്. എല്ലാരോടും പറയാട്ടോ. സ്ഥാനാർത്ഥി ചക്കയുടെ ചിഹ്നത്തില് വോട്ട് രേഖപ്പെടുത്തുക. എല്ലാവരോടും പറയാ. ഇതുവരെ കഴിഞ്ഞില്ലേ? അത് തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? ചിഹ്നം ചക്കയാണല്ലോ. അപ്പൊ ഈ ആൾക്കാരുടെ അടുത്ത് എന്റെ ചിഹ്നം ചക്കയാണ് എന്ന് പറയുമ്പോഴുള്ള അവരുടെ ഒരു റിയാക്ഷനും ആരാണേലും ചിരിച്ചു പോകും. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയുമോ? ഭൂരിഭാഗം ആൾക്കാർ പറയും ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. എന്തിനാ പാവത്തിനെ പറഞ്ഞിളക്കി വിട്ടത്? ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കാം. കേട്ടിട്ടില്ലേ? ഇഷ്ടപോലെ കേട്ടോ, ഇന്നലെ കൂടി നിങ്ങളാരും കേട്ടിട്ടില്ല. അപ്പൊ എത്ര താമര ചക്കയ്ക്കകത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ ന്യൂട്രലി ഇങ്ങനെ വീഴ്ത്തും. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. അപ്പൊ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവണം. ഒന്നുമില്ലേ? ആയിക്കോട്ടെ. ചക്കയുടെ ചിഹ്നത്തിൽ വിജയിപ്പിച്ചു തരണം. വായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. എനിക്ക് വയ്യ. കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഈദാശംസ. വളരെ സാധാരണക്കാരിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് സിനിമാ നടിയാണെങ്കിലും. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ട എന്നാ വിളിക്കണേ. ഇതാണ് ഞാൻ, അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത്. വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നീ ഏതാ? അത്ര അങ്ങോട്ട് ചിരിക്കാനൊന്നുമില്ല കേട്ടോ. എന്നെ വലിയ കാര്യ. കർത്താവ്, ഇതിലും എന്റെ അക്കൗണ്ട് വിളിച്ചുകൂടായിരുന്നു. ലേശം ഈ സൈഡില് കേട്ടിട്ടുണ്ട്. കൂടെ ഉണ്ടാവണം എല്ലാരും. ചക്കയാണ്. മുട്ടമ്പിള്ളയുടെ കാരത്വത്തിനെതിരെ ഞാൻ ശബ്ദമുയർത്തും. ആരും ശബ്ദം ഉയർത്തണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട നിന്റെ അഭിനയൊക്കെ സിനിമയിൽ മതി. അപ്പൊ ഒരു സിനിമാ താരം എന്തായാലും നിയമസഭയിലേക്ക് എത്തുമല്ലേ, തൃപ്പൂണിത്തുറയിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാം. എനിക്ക് ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട് കൊച്ചമ്മ. കൊച്ചമ്മ ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രി ആവണം. പിന്നെ പാകിസ്ഥാനും ചൈനയും ഇന്ത്യ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. കൊച്ചമ്മയെ കണ്ടാൽ തന്നെ പേടിച്ചോടില്ല. Okay, then we shall meet at the battlefield, my dear friends.